ഈമാനികമായ വിപ്ലവം തീർത്തവരായിരുന്നു ബഹുമാനപ്പെട്ട ഷിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് അങ്ങനെ അണക്കെട്ടുകൾ പൊട്ടി ഒഴുകുന്നത് പോലെ കണ്ണിൽ നിന്ന് കണ്ണീര് തുള്ളികൾ താഴോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അല്ല, എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഉസ്താദെ? എന്ത് കാരണമാണ്? നിങ്ങളുടെ മക്കളെ ഓർത്തത് കൊണ്ടാണോ? അല്ല ഭാര്യയെ ഓർത്തത് കൊണ്ടാണോ? നിങ്ങൾ വിട പറഞ്ഞു പോയാൽ നിങ്ങളുടെ എല്ലാം ഒഴിവാക്കി പോകണം എന്നുള്ള ചിന്തയാണോ നിങ്ങൾക്ക്? ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഷിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതൊന്നുമല്ല. ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിസ്കരിച്ചിരുന്ന 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നതിൻ്റെ അതിൻ്റെ മാധുര്യം, എനിക്ക് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് കിട്ടുന്ന കുളിർമയും അവിടുത്തെ ആ നേരത്തുള്ള ആ മാധുര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓർത്തത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ഇന്ന് നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു കളിയായി മാറിയിരിക്കുകയാണ്. വലിയ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ് നിസ്കാരം ഖളാക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് മറുപടി നൽകാൻ നമ്മളുടെ മുതൽ കാരണം, നമ്മളുടെ സമ്പത്ത് കച്ചവട കാരണം, നമ്മളുടെ മക്കളെ അവരെ പരിഗണിക്കുന്നതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ വിളിക്ക് നമ്മൾ പലപ്പോഴും ഉത്തരം നൽകാതെ പോകുന്നു എന്നുള്ളത് നാം ഏവരും ഒന്ന് ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. അല്ലാഹു തആല നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ, അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിച്ച് വീട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.